തൃശൂരിൽ ആംബുലൻസ് എത്താൻ വൈകിയത് മൂലം ട്രെയിൻ യാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് റെയിൽവേ പോലീസ്. ശ്രീജിത്ത് യാത്ര ചെയ്ത ട്രെയിനിലെ സഹയാത്രികരുടെയും ടിടിമാരുടെയും സ്റ്റേഷൻ മാസ്റ്ററുടെയും മൊഴിയെടുക്കും. തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് ചാലക്കുടി മാരാങ്കോട് സ്വദേശി ശ്രീജിത്ത് ആംബുലൻസ് എത്താൻ വൈകിയതിനെ തുടർന്ന് പ്ലാറ്റ്ഫോമിൽ കിടന്നു മരിച്ചത്. അതേസമയം ശ്രീജിത്ത് മരിച്ചത് പ്ലാറ്റ്ഫോമിൽ വെച്ചെന്ന് സഹോദരൻ ശ്രീജേഷ് പറഞ്ഞു. ആ വാക്കുകൾ കേൾക്കാം. ആ പ്ലാറ്റ്ഫോമിൽ ഉണ്ടല്ലോ അത് അവിടെ കിടന്ന് മരണപ്പെട്ടാണ്. അവരത് നല്ല രീതിയിൽ ഈ ആംബുലൻസും കാര്യങ്ങളോ ഒരു ഇതൊന്നും തന്നെ സജ്ജമാക്കിയിട്ടുണ്ടായില്ല. ഈ തൃശ്ശൂര് സജ്ജമാക്കിയിട്ടെന്ന് പറഞ്ഞ സംഭവം മുളകുന്നത്തുകാർക്ക് ഒരു സജ്ജമാക്കായിരുന്നു. ഈ പരാതികളുമായി മുന്നോട്ട് വരണം. ഏത് തരത്തിലുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്? അവന് നീതി കിട്ടണം. അവൻ ആ ട്രെയിനിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ജീവന് വേണ്ടി അവൻ പോരാടിയിട്ടുണ്ട്. സംഭവത്തിൽ റെയിൽവേക്കെതിരെ കേസെടുക്കാൻ പരാതി നൽകിയിട്ടുണ്ടെന്ന് ഊരുമൂപ്പൻ സതീഷ്. ആദിവാസി വിഭാഗത്തിൽ ഉള്ളാട സമുദായത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ മരണം വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഉദ്യോഗസ്ഥർ അവരുടെ നിലപാട് വളരെ വ്യക്തമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അവർ ചെയ്തില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. റെയിൽവേയുടെ അധികാരികൾ തെറ്റായ രീതിയിലൊക്കെയാണ് അവർ സഹകരണം ഉണ്ടായിട്ടുള്ളത്. അവരെ അറിഞ്ഞ TTR ഒക്കെ ആയിട്ട് സംസാരിച്ച് ഇപ്പോൾ വേദന ഉണ്ടെന്ന് പറഞ്ഞ ആ നിമിഷം തൊട്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് ചെയ്തിട്ടില്ല. നിർത്തേണ്ട സ്റ്റേഷനിൽ എത്തനേക്കാൾ മുൻപ് തന്നെ ആംബുലൻസ്, ഓക്സിജനുള്ള ആംബുലൻസ് അവർക്ക് വിളിച്ചു നിർത്തേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും അവർ ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അനീഷ് ആന്റണി ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, ഈ മരിച്ച ശ്രീജിത്തിന്റെ കുടുംബം പറയുന്നതനുസരിച്ച് പ്ലാറ്റ്ഫോമിൽ തന്നെ കിടന്നാണ് മരിച്ചത്. അതായത് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ആ ഒരു സമയത്ത് ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ദാരുണ മരണത്തിലേക്കൊക്കെ എത്തിയത്. എന്തായാലും റെയിൽവേ പോലീസ് ഇതിന്റെ അന്വേഷണം ഏറ്റെടുക്കുകയാണ്. നടപടികളൊക്കെ ആരംഭിച്ചോ അനീഷ്? കാളിദാസ് അതിന്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു. സ്വാഭാവികമായി എടുക്കുന്ന നടപടിയാണത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്ന മരണകാരണം എന്ന് പറയുന്നത് ഹൃദയാഘാതമാണ്. ഹൃദയത്തിന്റെ വാൽവിൽ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും റെയിൽവേ ഈ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ഒരു വിശദീകരണ പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. അതായത് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ വീഴ്ചയും ഉണ്ടായിട്ടില്ല, റെയിൽവേയെ വെള്ളപൂശുന്ന തരത്തിലാണ് അത്തരത്തിലൊരു പത്രക്കുറിപ്പ് ഇന്നലെ ഇറക്കിയത്. അതിനെല്ലാം ഖണ്ഡിച്ചുകൊണ്ടാണ് ഇപ്പോൾ ശ്രീജിത്തിന്റെ സഹോദരനും ആദിവാസി മൂപ്പനും ഒക്കെ രംഗത്തെത്തിയിട്ടുള്ളത്. ശ്രീജിത്ത് മരിക്കാനിടയായ കാരണം വേണ്ടത്ര വൈദ്യസഹായം, ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ആംബുലൻസ് സഹായം, ഓക്സിജൻ ഉള്ള ഒരു ആംബുലൻസ് പോലും അവിടെ ഒരുക്കി നിർത്തിയിരുന്നില്ല. കാരണം ഇത് വണ്ടി, ഈ ട്രെയിൻ ഓക്ക എക്സ്പ്രസ് ഈ മുളകുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് എത്രയോ മുൻപ് ഈ വിവരം റെയിൽവേ ആ ട്രെയിനിലുണ്ടായിരുന്ന TTമാരെയും മറ്റേ 112 എന്ന് പറയുന്ന കൺട്രോൾ റൂം നമ്പറിലേക്കും ഒക്കെ അറിയിച്ചിരുന്നു. എന്നിട്ട് പോലും ഈ ട്രെയിൻ 12:30 തിങ്കളാഴ്ച പുലർച്ചെ 12:30 ഈ ട്രെയിൻ മുളകുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അവിടെ നിർത്തി അവിടെ ഈ ശ്രീജിത്തിനെ ഇറക്കി ആ പ്ലാറ്റ്ഫോമിലെ ബെഞ്ചിൽ കിടത്തി അരമണിക്കൂർ കഴിഞ്ഞ് ഏകദേശം അരമണിക്കൂറോളം സമയമെടുത്താണ് ഒരു 108 ആംബുലൻസ് പോലും അവിടേക്ക് എത്തുന്നത്. ഈ സമയം, ഈ അരമണിക്കൂറാണ് വളരെ നിർണായകമായത്. ഈ അരമണിക്കൂറാണ് ഈ അരമണിക്കൂർ വൈകിയതാണ് ശ്രീജിത്തിന്റെ മരണത്തിലേക്ക് എത്തിച്ചത് എന്നാണ് ഇപ്പോൾ കുടുംബവും ഒക്കെ പറയുന്നത്. എന്തായാലും കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണം, വിശദമായി ഈ കാര്യം റെയിൽവേ അന്വേഷിക്കണം. മാത്രമല്ല ഇതിന് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം, കാര്യമായ നഷ്ടപരിഹാരം ലഭിക്കണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആണ് ശ്രീജിത്തിന്റെ സഹോദരൻ ഉൾപ്പെടെ പറയുന്നത്. ശ്രീജിത്ത് ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട യുവാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഊരുമൂപ്പനും ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഊരുമൂപ്പനുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകും. ഈ കുടുംബത്തിന് ധനസഹായം ലഭിക്കണം. ഇനി മറ്റൊരാൾക്ക് ഈ ഇത്തരത്തിലൊരു അപകടം സംഭവിക്കരുത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അതിനൊരു സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകുന്നതെന്നൊക്കെയാണ് കുടുംബം പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ റെയിൽവേ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ റെയിൽവേ SP ഷഹീൻ ഷാ ഇതുമായി ബന്ധപ്പെട്ട് തൃശൂർ SHO റെയിൽവേ പോലീസ് SHO നൌഷാദിന് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുമൂലം ഈ
മരണപ്പെട്ട ശ്രീജിത്ത് സഞ്ചരിച്ച കോച്ച് നമ്പർ 8 ഈ ഓക്ക എക്സ്പ്രസിലെ കോച്ച് നമ്പർ 8 യാത്രക്കാരുടെ സഹയാത്രികരുടെ വിവരങ്ങൾ ശേഖരിക്കും. റെയിൽവേ ബുക്കിങ്ങിൽ കൃത്യമായ വിവരങ്ങൾ ഉണ്ടാവും, പേര്, ഫോൺ നമ്പർ അടക്കം ഉണ്ടായിരിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളെല്ലാം ശേഖരിച്ച ശേഷം ഇവിടെയൊക്കെ മൊഴി രേഖപ്പെടുത്തും. മാത്രമല്ല ട്രെയിനിൽ ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടാകുന്ന ടിടിമാരുടെ മൊഴി രേഖപ്പെടുത്തും, സ്റ്റേഷൻ മാസ്റ്ററുടെ മൊഴി രേഖപ്പെടുത്തും, ആംബുലൻസ് ഓടിച്ചിരുന്ന ഡ്രൈവറുടെ മൊഴി രേഖപ്പെടുത്തും. മാത്രമല്ല മെഡിക്കൽ കോളേജിൽ ഈ ശ്രീജിത്തിന്റെ മരണം സ്ഥിരീകരിച്ച ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തും. അതിലും വിട്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ട്രെയിനിൽ ഉണ്ടായിരുന്ന ഈ യാത്രക്കാർ തന്നെ എല്ലാ കമ്പാർട്ട്മെന്റുകളും കയറി ഇറങ്ങി പരിശോധിച്ച ഒരു ഡോക്ടറെ കണ്ടെത്തിയിരുന്നു. ആ ഡോക്ടറും ആ ട്രെയിനിലുണ്ടായിരുന്ന ഒരു സഹയാത്രികയാളും നഴ്സും ഒക്കെയാണ് ഈ യുവാവിന് ആംബുലൻസ് എത്തുന്നതുവരെ പ്ലാറ്റ്ഫോമിൽ ബെഞ്ചിൽ കിടത്തി CPR ഒക്കെ നൽകിയത്. ട്രെയിനിനുള്ളിൽ വെച്ചും പുറത്തിറക്കിയും ഒക്കെ CPR നൽകിയത്. അപ്പോൾ ഈ CPR നൽകിയ ഈ ഡോക്ടറുടെ കണ്ടെത്താനുള്ള ശ്രമത്തിലും കൂടിയാണ് അന്വേഷണ സംഘം, അതായത് തൃശ്ശൂർ SHO, റെയിൽവേ പോലീസ് SHO. ഈ ഡോക്ടറുടെ മൊഴി വളരെ നിർണായകമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടറെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ശ്രീജിത്തിന്റെ ആരോഗ്യസ്ഥിതി ഈ പ്ലാറ്റ്ഫോമിൽ, കുടുംബം പറയുന്നത് പോലെ പ്ലാറ്റ്ഫോമിൽ കിടന്നാണ് മരിച്ചതെന്ന് കണ്ടെത്താൻ, അല്ലെങ്കിൽ അത് സ്ഥിരീകരിക്കേണ്ട ഒരു ആൾ എന്ന് പറയുന്നത് ആ ട്രെയിനിലുണ്ടായിരുന്ന യാത്ര ചെയ്യുന്ന യാത്രക്കാരിയായ ഒരു വനിതാ ഡോക്ടറാണ്. ആ ഡോക്ടറെ കണ്ടെത്തുക എന്നതാണ് വലിയൊരു ദൗത്യം. അതുമായി ബന്ധപ്പെട്ട് റെയിൽവേ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഡോക്ടർക്ക് കൃത്യമായി ഒരാളുടെ മരണം സ്ഥിരീകരിക്കാനുള്ള അധികാരമുണ്ട്. ആ ഡോക്ടർക്ക് അറിയൂ പ്ലാറ്റ്ഫോമിൽ ആംബുലൻസ് എത്തുന്നതിന് മുൻപ് തന്നെ രോഗി മരണപ്പെട്ടിരുന്നത്. എന്തായാലും ആശുപത്രി രേഖകളിലുള്ളത് രോഗിയെ ശ്രീജിത്തിനെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. മാത്രമല്ല ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ കൂടെ ഉണ്ടായിരുന്ന ശ്രീജിത്തിനൊപ്പം ഉണ്ടായിരുന്നവരോട് പറഞ്ഞത് ഒരു അരമണിക്കൂർ മുൻപ് ഈ ശ്രീജിത്തിനെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ശ്രീജിത്തിനെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന തരത്തിലാണ് ആശുപത്രിയിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്ന ഡോക്ടർ കൂടെ ഉണ്ടായിരുന്നവരോട് ഒക്കെ പറഞ്ഞതെന്നാണ് ബന്ധുക്കൾ ഉൾപ്പെടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായും ഇത് അനാസ്ഥ തന്നെയാണ്, റെയിൽവേയുടെ അനാസ്ഥ തന്നെയാണ് ഇതിൽ നിന്നും പ്രകടമാകുന്നത്. കാരണം ഈ രോഗി ഈ വാഹനം, ഈ വണ്ടി, ട്രെയിൻ മോഹൻതാവ് റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ അവിടെ ഒരു ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. ഈ ആംബുലൻസ് പോകട്ടെ, ഇന്നലെ നമ്മൾ ടെലികാസ്റ്റ് ചെയ്ത വാർത്തയിൽ യാത്രക്കാർ രോഷാകുലരായി TTമാരോടും അതുപോലെ സ്റ്റേഷൻ മാസ്റ്ററോടും ഒക്കെ പറയുന്ന ദൃശ്യങ്ങൾ സഹിതം നമ്മൾ ഇന്നലെ വാർത്ത നൽകിയതാണ്. ആ ദൃശ്യങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ആ രോഗി ആ പ്ലാറ്റ്ഫോമിൽ കിടന്നു തന്നെയാണ് മരണപ്പെട്ടത്. അത് സ്ഥിരീകരിക്കേണ്ട ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന വനിതാ ഡോക്ടറാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട എല്ലാം കൃത്യമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അത് തന്നെയാണ് റെയിൽവേ പോലീസ് ഇന്നലെ നടപടി സ്വീകരിച്ചു. നേരത്തെ സൂചിപ്പിച്ച പോലെ റെയിൽവേ SP ഷൈൻ ഷാ ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകി. അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടി മാത്രമാണ്. പക്ഷേ അതല്ല, അതിൽ കവിഞ്ഞ് ഈ യുവാവിന്റെ മരണത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തണം, വിപുലമായ ഒരു അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് റെയിൽവേ SP നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവുമായിട്ടാണ് ഇപ്പോൾ തൃശ്ശൂർ SHO, റെയിൽവേ പോലീസ് SHO മുന്നോട്ട് പോകുന്നത്. കാളിദാസ്. ശരി അനീഷ്. മുളകുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിൽ, റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ആംബുലൻസ് എത്താൻ വൈകിയത് മൂലം മരിച്ച ശ്രീജിത്തിൻ്റെ മൃതദേഹമടക്കം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം ഗുരുതര കണ്ടെത്തലുകൾ അതിൽ തന്നെ ഉണ്ടായിരുന്നു. കുടുംബം ആരോപിച്ച പോലെയുള്ള ഒരു കണ്ടെത്തൽ ആ ഒരു പോസ്റ്റ്മോർട്ടം രേഖയിലും അടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് ലഭിച്ച വിവരം എന്ന് പറയുന്നത്. റെയിൽവേ പോലീസ് എന്തായാലും നടപടികൾ തുടങ്ങിയിരിക്കുന്നു. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.